യെസ്, അപ്പോൾ അതൊക്കെയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. അതൊരിക്കൽ കൂടി പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ഇനി വൈകി വന്ന പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ന് 24-ന്റെ 6ാം പിറന്നാളാണ്. ഏഴാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മളും പ്രേക്ഷകരും തമ്മിലുള്ള യാത്ര സൗഹൃദം തുടങ്ങിയിട്ട് 6 വർഷങ്ങൾ പിന്നിട്ടു എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ അതെ. അപ്പോൾ എന്തായാലും നമുക്ക് പോകെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വർത്തമാനങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമ്മൾ മോർണിംഗ് വാക്കിന് വന്നിറങ്ങിക്കുന്ന ഒലിപ്പുറത്താണ് അല്ലെ? ഒരുപക്ഷെ എറണാകുളം ജില്ലയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന ഒലിപ്പുറത്ത്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. അതെ, നമുക്ക് ഇന്ന് നല്ല ദിവസമാണെങ്കിലും പ്രജന ഓർക്കുന്നുണ്ടാവും, ഒരു വർഷം മുമ്പ് ഈ ദിവസം ഒരു ദുഃഖവാർത്ത നമ്മളെ തേടിയെത്തുകയും നമ്മൾ ആഘോഷങ്ങളൊക്കെ പകുതി വെച്ച് നിർത്തുകയൊക്കെ ചെയ്ത്. CPI മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഓർമ്മയായിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്. കേരള രാഷ്ട്രീയം ഗൗരവത്തോടെ കാതോർത്തിരുന്ന വാക്കുകളായിരുന്നു കാനം രാജേന്ദ്രന്റേത്. അപ്രതീക്ഷിതമായിരുന്നു കാനം രാജേന്ദ്രന്റെ വിയോഗം. നിലപാടുകളിലെ കണിശത കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ ഇരിപ്പിടം നേടിയെടുത്ത നേതാവ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ സഖാവ്. വ്യക്തവും കൃത്യവുമായിരുന്നു കാനത്തിന്റെ തീരുമാനങ്ങൾ. പത്തൊൻപതാം വയസ്സിൽ AIYF-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി സംഘടനാ തലപ്പത്ത്. പ്രായം 21-ലെത്തിയപ്പോൾ CPI സംസ്ഥാന കൗൺസിലിൽ, ATUC-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. 3 വട്ടം തുടർച്ചയായി CPI സംസ്ഥാന സെക്രട്ടറി. ആയിരത്തി 1982-ൽ വാഴൂരിൽ നിന്ന് നിയമസഭയിലെത്തുമ്പോൾ പ്രായം 32. 1987-ലും അതേ മണ്ഡലത്തിൽ തുടർജയം. പാർലമെന്ററി രംഗമായിരുന്നില്ല കാനത്തിന്റെ തട്ടകം. ATUC കെട്ടിപ്പടുക്കുന്നതിൽ കാനം വഹിച്ച പങ്ക് വലുതാണ്. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാലം പിളർപ്പിന് ശേഷം CPI-യുടെ മികച്ച കാലഘട്ടമായും അടയാളപ്പെടുത്തപ്പെട്ടു. തെറ്റാണെന്ന് വിളിച്ചു പറയാൻ മടി തീരെയില്ലാതിരുന്ന നേതാവ്. ആ ശീലം ഇടതുമുന്നണിയിൽ പോലും ചലനങ്ങൾ സൃഷ്ടിച്ചു. അതിരപ്പള്ളി മുതൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ വരെ പലതവണ കേരളം ആ നിലപാടിന്റെ ചൂടറിഞ്ഞു. ഭരണപക്ഷത്തിരുന്ന് ക്രിയാത്മക വിമർശനത്തിന്റെ വക്താവായും കാനം മാറി. തിരുത്തൽ ശക്തിയെന്ന കേരളം പേര് ചൊല്ലി വിളിച്ചു. 2023 ഡിസംബർ 8-ന് കാനം രാജേന്ദ്രൻ ചെങ്കൊടി തണലിൽ നിന്ന് എന്നേക്കുമായി യാത്രയായി. കാനത്തിന് 24-ന്റെ സ്നേഹാഞ്ജലികൾ. റിസർച്ച് ഡെസ്ക് 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. എന്തായാലും കഴിഞ്ഞ വർഷവും അതിന് മുൻപുള്ള സമയങ്ങളൊക്കെ ആലോചിക്കുകയാണല്ലേ. പെട്ടെന്ന് ഈ പറയുന്ന ഒരു വാർത്താ സമ്മേളനം വരുമ്പോൾ എന്താണ് CPI-യുടെ നിലപാട്, എന്താണ് LDF-ൽ CPI പറയാൻ പോകുന്നത്, കാനം എന്ത് പറയുന്നു എന്നൊക്കെ കാതോർത്തിരുന്ന മിനിറ്റുകളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം തന്നെ വാർത്താ സമ്മേളനം ലൈവായി നൽകിയതൊക്കെ നമ്മൾ ഓർത്തുപോവുകയാണ്. എന്നാലും ഒരു വലിയ വിടവാണ് ആ പാർട്ടിക്ക് ആ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരു അപകട വാർത്തയിലേക്ക് പെട്ടെന്ന് പോകണം അല്ലേ? അതെ, തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കടക്കൽ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. AV ജയശങ്കറാണ് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ജയ്, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:30-ഓടെ MC റോഡിൽ കിളിമാനൂരിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ വിഷ്ണു സഞ്ചരിച്ച ബൈക്കിനെ ഒരു കാർ വന്നിടിക്കുകയായിരുന്നു. കിളിമാനൂർ ഭാഗത്തു നിന്ന് നിലമേലേക്കായിരുന്നു വിഷ്ണു ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ എതിർ ദിശയിൽ വന്ന തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനം വിഷ്ണുവിന്റെ ബൈക്കിനെ ഇടിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ വിഷ്ണുവിനെ അപ്പോൾ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 108 ആംബുലൻസിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും അഞ്ചൽ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് വിഷ്ണു. വെറും 31 വയസ്സ് മാത്രമാണ് വിഷ്ണുവിന്റെ പ്രായം. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വാഹനം ഉൾപ്പെടെ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനം ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അമിത വേഗതയാണോ അപകടത്തിന് കാരണമെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. വിഷ്ണുവിന്റെ ബൈക്ക് ഉൾപ്പെടെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അപകടത്തിൽ. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് തുടർ നടപടികൾ എടുത്തിട്ടുണ്ട്. ക്രിസ്റ്റീന ആൻഡ് പ്രജി.
AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഒലിപ്പുറത്താണുള്ളത്, നേരത്തെ പറഞ്ഞു. നമ്മളെ ഈ മോർണിംഗ് വാക്ക് തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പൊ ഒരു അരമണിക്കൂർ പിന്നീട് നമ്മൾ നോക്കുക, ദാ കാണുന്ന അവിടുന്നാണ് നമ്മുടെ നടത്താൻ രണ്ട് വാഹനങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഞങ്ങൾ വന്ന 2 വാഹനങ്ങളാണ്. അതിങ്ങനെ നടന്ന് നമ്മൾ ഒന്ന് നോക്കിയേ. ഇപ്പോ ശരിക്കും വെളിച്ചം തെളിഞ്ഞു വന്നപ്പോ കുറേ പക്ഷികളെ കാണാം. പ്രജന, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പക്ഷികള് അല്ലെങ്കിൽ പ്രകൃതി, ഈ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ ക്യാമറാമാൻമാർ പകർത്തുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് ഷടപടാന്ന് എത്തിക്കുന്ന നമ്മുടെ ഓൺലൈൻ സ്വിച്ചേഴ്സ് ആണ്. സിബിൻ ആലഞ്ചേരി, ആൽബി, നിതിൻ, അനൂപ്, സജോ, ആരുടെയും പേര് വിട്ടുപോലെ. അപ്പൊ ആ ഒരു ടീമാണ് നിങ്ങളിലേക്ക് ഇത് എത്തുന്നത്. അനൂപിനെ അവർ പറഞ്ഞു. അപ്പോ ഇവരൊക്കെയാണ്. അപ്പൊ നമ്മളെ പോകെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ദിവസവും ഓരോരുത്തരുടെയും പേരും നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളൊപ്പം ഈ ഇതൊക്കെ പറഞ്ഞുതരാൻ നമ്മുടെ പ്രാദേശിക ലേഖനം കൂടി ഉണ്ട്. വിവേക് ഉണ്ട്. വിവേക്, ഗുഡ് മോർണിംഗ്. ഉഷാറല്ലേ? അപ്പോ ഇത് ഒലിപ്പുറത്തെ ആളാണ് അല്ലേ? അപ്പം സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ ആയിരിക്കും. സ്ഥിരമായിട്ട് വരുന്നത് രാവിലെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ മോർണിംഗ് വാക്കിനൊക്കെ വരുന്നത് ഈ ഒരു സ്ഥലമാണ്. ഒരു പ്രത്യേക ഊർജം. ഇവിടെ നടക്കണ്ട, ഇവിടെ വന്നാൽ തന്നെ ഒരു ഊർജ്ജമാണ്, ആ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇതിന്റെ ഒരു ഭൂമിശാസ്ത്രമായി നോക്കുകയാണെങ്കിൽ ഒരു 3 പഞ്ചായത്തുകളിടയിൽ വരുന്നത്. അതെ, 3 പഞ്ചായത്തുകളാണ് ഇവിടെ. എടക്കാട്ടുവേല്, അതുപോലെ തന്നെ ആമ്പല്ലൂർ പഞ്ചായത്ത്, വെള്ളൂർ പഞ്ചായത്ത്, അങ്ങനെയുള്ള 3 പഞ്ചായത്തുകളുടെ ഒരു. അതെ, ഈ പഞ്ചായത്തുകളിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാരമൊക്കെ നേടുന്ന പഞ്ചായത്താണ്. മാത്രമല്ല എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് നമ്മുടെ അന്നദാതാക്കളാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത്, കൃഷിക്കാരല്ലേ? എറണാകുളം ജില്ലയുടെ നെല്ലറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് 1000 ഏക്കറോളം. 1000 ഏക്കർ ഒരു വർഷത്തിലൊരിക്കൽ. ചില മൂഴുകളുണ്ട്, പല മൂഴുകളായിട്ടാണ് കിടക്കുന്നത്. 1-2 മൂഴുകളിൽ 2 പ്രാവശ്യം കൃഷി ചെയ്യുന്ന മൂഴുകളും ഇവിടെ ഉണ്ട്. അതെന്തായാലും വളരെ സന്തോഷം. ഇവിടുത്തെ ആ കൃഷിക്കാരോടൊക്കെ ഞങ്ങളുടെ സ്നേഹം ഓരോ സമയവും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ നന്ദിയോടുകൂടെ ഓർക്കുന്നത്. അപ്പൊ അത് അവരോടൊന്ന് പറഞ്ഞേക്കണം. തീർച്ചയായും വാർത്തകളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ ഈ ഭാഗങ്ങളിൽ. തീർച്ചയായും പിറവം മേഖലകളിലൊക്കെ വാർത്തകൾ ധാരാളം ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് നടന്നു തുടരാം. അടുത്ത വാർത്തകൾ വളരെ പെട്ടെന്ന് പോകാം അല്ലേ? നമ്മുടെ സൂരജ് രാവിലെ അറിയിക്കുന്ന ഒരു വാർത്തയാണ്. ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിന് പിന്നാലെ ഗുരുവായൂരിൽ ശീവേലി എഴുന്നള്ളത്തിനുള്ള ആനകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. 3 ആനകൾക്ക് പകരം 1 ആനയായിരിക്കും ശീവേലിക്ക് ഉണ്ടാവുക. ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിഷയം സംബന്ധിച്ച് ഹൈക്കോടതി നേരത്തെ കർശനമായ നിലപാട് വ്യക്തമാക്കിയതാണ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ സൂരജ്, ഗുഡ് മോർണിംഗ്. ഒപ്പം ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. നമ്മൾ 7ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ സന്തോഷം ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഈ വാർത്ത സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? ഇതിപ്പോൾ കോടതി ഇത്തരം നിർദ്ദേശം നൽകുമ്പോഴും പ്രതിഷേധവുമായി മറുഭാഗത്ത് ഈ പറയുന്ന ദേവസ്വം ഭാഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലും ഈ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളെ തുടർന്ന് എഴുന്നള്ളത്തിലടക്കം മാറ്റങ്ങൾ വരുത്തുന്നു. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി ഈ ദൂരപരിധി സംബന്ധിച്ചുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ശീവേലി എഴുന്നള്ളിപ്പ് സംബന്ധിച്ചുള്ള മാറ്റത്തിലേക്ക് ഈ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ശീവേലി എഴുന്നള്ളിപ്പിനുണ്ടായിരുന്നത് 3 ആനകളാണ്. ഇനി മുതൽ 1 ആന മാത്രം എഴുന്നള്ളിച്ചാൽ മതി എന്നുള്ളതാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശ പ്രകാരം ഈ ദൂരപരിധി തന്നെയാണ് ഇതിൽ തടസ്സമായി വരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 1 ആനയെ എഴുന്നള്ളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ഗുരുവായൂരിനെ സംബന്ധിച്ച ഈ ഗുരുവായൂരിൽ ഉത്സവകാലമാണിത്. ഏകാദശിയുടെ അടക്കമുള്ള ഉത്സവം നടന്നു വരുന്നു. ഞായറാഴ്ച അഷ്ടമി വിളക്ക് ദിനത്തിൽ ഈ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്നത് സാധാരണ 3 ആനപ്പുറത്തായിരുന്നു. അത് ഇക്കുറി 1 ആനപ്പുറത്ത് മാത്രമായിരിക്കും എന്നുള്ളതാണ് ദേവസ്വം തന്നെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഏകാദശിയുടെ തലേന്ന് ഗുരുവായൂർ കേശവന്റെ അനുസ്മരണവും നടക്കും. അതിൽ ഈ ആനകളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കാറുണ്ട്. ഇക്കുറി പക്ഷേ ഈ ആനകളെ ദൂരപരിധി പാലിച്ചുകൊണ്ട് വളരെ ചുരുക്കം ആനകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ദേവസ്വം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറുതലക്കലിൽ ഈ മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നലെ നമ്മൾ ഉത്രാളിക്കാവിലടക്കം പ്രതിഷേധം കണ്ടതാണ്. അതോടൊപ്പം തന്നെ ആറാട്ടുപുഴയിൽ ഈ സമാന്തരമായി ഒരു പൂരം തന്നെ, അതായത് പ്രതീകാത്മക പൂരം തന്നെ നടത്തി പ്രതിഷേധിക്കുന്നു. ഇന്ന് തിരുവമ്പാടിയിലേക്കും പാറമേക്കാവിലേക്കും വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ആചാര സംരക്ഷണ കൂട്ടായ്മ എന്ന തരത്തിൽ ഒരു കൂട്ടായ്മ ചേർന്നുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഇവരെല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണം. ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള വിഷയത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഒരു വശത്ത് പ്രതിഷേധം ശക്തമാകുന്നു, മറുതലക്കലിൽ ദേവസ്വം ബോർഡുകളാകട്ടെ ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ ആന എഴുന്നള്ളിപ്പിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുകയാണ്. ക്രിസ്റ്റിന, പ്രജിത്. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ വിവരങ്ങൾ നൽകിയത് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് ടീമിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ
നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു ടീമാണ് നമ്മുടെ ഓഡിയോ അല്ലെ. നമ്മുടെ ശബ്ദം വ്യക്തതയോടുകൂടി, നമ്മുടെ ശബ്ദം മാത്രമല്ല, ഒരു ലൈവ് നടക്കുമ്പോൾ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതിനൊരു മികച്ച ടീം, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച ഓഡിയോ എഞ്ചിനീയേഴ്സ് തന്നെ പറയാം 24-നൊപ്പം. നമ്മുടെ വിശാലുണ്ട്, അഖിലുണ്ട്, ജിജോ ഉണ്ട്, ജിജനുണ്ട്, രതീഷ് ഉണ്ട്. അങ്ങനെ ഒരു ഗംഭീര ടീം. ഒപ്പം തന്നെ നമ്മളെ കൊണ്ടുവന്ന ഷിബിൻ ഷാ അവിടെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. എല്ലാ ദിവസവും നമുക്ക് കൃത്യമായി വാഹനം അറേഞ്ച് ചെയ്ത ശബ്ദമുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. അപ്പോ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് വാർത്തകൾ നിറയുന്നുണ്ട്. ഇനി നമ്മള് സൂര്യനെ കണ്ടില്ല. സൂര്യന്റെ ആ അതിമനോഹരമായ ദൃശ്യം മരങ്ങൾക്കിടയിലൂടെ ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് വേഗം വിഷ്വലിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ. നല്ല ഭംഗിയുള്ളൊരു സൂര്യോദയം ഇതാണ്. അതെ, സൂര്യനൊക്കെ ഇത്ര സുന്ദരനാണല്ലേ, അല്ല സുന്ദരിയാണോ? സുന്ദരൻ എന്ന് പറയണോ, സുന്ദരി എന്ന് പറയണോ? അത് കേൾക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ ഏതാണ്ട് തീരുമാനത്തിൽ എത്തിക്കാണോ. നമുക്ക് ആ സൂര്യനെ കണ്ടുകൊണ്ട് ശബരിമലയിലേക്ക് പോയാലോ? ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി, ശബരിമലയിൽ തങ്ക സൂര്യോദയം. ആ സൂര്യനെ പിടിക്കാൻ വിനിൽകാശി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതിമനോഹരമായ പാട്ട്, അതിന് കൺഗ്രാറ്റ്സ്. അത് പ്രത്യേകം പറയേണ്ട കാര്യമല്ലോ. അപ്പൊ വിനിൽകാശി ആ സൂര്യോദയം വരുമ്പോൾ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ പാട്ട് പാടുമ്പോൾ ആ സൂര്യോദയം കാണിക്കുക എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം. പക്ഷേ സൂര്യനെ പിടിക്കാൻ വേണ്ടി, ക്യാമറയിൽ പതിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സെക്കൻഡ് ക്യാമറ ചെയ്യുന്ന വിനിൽകാശി ഓടി പോയി. ഇപ്പൊ പുള്ളി പിടിച്ചുകൊണ്ടിരിക്കുന്ന പാടത്തെ മീനുകളെയാണെന്ന് തോന്നുന്നു. എടേ സൂര്യൻ അപ്പുറത്താടേ, അങ്ങോട്ട് തിരിഞ്ഞു പിടിക്കണേ. നമുക്ക് തിരികെ എത്താം. ഇനി അതെ, സന്നിധാനത്തേക്കാണ്. അവിടെ YS അഭിനന്ദ് ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു നല്ല തിരക്ക് ഓരോ ദിവസവും കൂടി വരികയാണ്. എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? ഇന്ന് പ്രതീക്ഷിക്കുന്ന ഭക്തരുടെ എണ്ണം എത്രയാണ്? സ്പോട്ട് ബുക്കിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? അഭി. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്tina. ദിനം പ്രതി ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിന് വലിയൊരു വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ ഏതാണ്ട് 79,216 ഭക്തരാണ് മുഴുവനായും ദർശനം നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്തരായിട്ടുള്ളത്. 92 ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച തീർത്ഥാടകരുടെ എണ്ണം. ഈ തീർത്ഥാടകരെയൊക്കെ കൃത്യമായി തന്നെ ഇവിടെ എത്തിക്കുവാനായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഡിസംബർ 6-ന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയ പോലീസ് ക്രമീകരണങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ അതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്നിധാനത്തെ ഫ്ലൈ ഓവർ നമ്മൾ ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാം, നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. ഇന്നലെയും ഇതുപോലെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനത്തിന് വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം, അരവണ തുടങ്ങിയ സാമഗ്രികൾക്കൊക്കെ ഭക്തരുടെ ഉപഭോക്താക്കളുടെ എണ്ണം അങ്ങനെ വർദ്ധിക്കുന്നു. കഴിഞ്ഞ തവണ അത് 60 കോടിയായിരുന്നെങ്കിൽ ഇത്തവണ 75 കോടിയിലേക്ക് എത്തുന്നു. അതായത് 15 കോടി രൂപയുടെ വർധന അപ്പത്തിന്റെയും അരവണയുടെയും കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നു. എന്തായാലും സുഗമമായ ഒരു തീർത്ഥാടന കാലം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്തൊരു പ്രശ്നമായി വന്നത് ദിലീപിന്റെ VIP സന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമായിരുന്നു. ആ VIP സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് കർശനമായ നടപടിയിലേക്ക് തന്നെ പോകും. അത് ഹൈക്കോടതി നാളെയായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച എടുക്കുക. എന്തായാലും ആ ഒരു വിഷയം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വലിയ ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പരാതികളോ ഒന്നുമില്ലാതെ തീർത്ഥാടന കാലം അതിന്റെ 23-ാം ദിവസത്തിലൂടെ കടന്നു പോകുന്നു. ക്രിസ്tina. ശരി, അഭിനന്ദ് നമ്മുടെ അക്കാദമിയിൽ തന്നെ പഠിച്ച് നമ്മോടൊപ്പം അടുത്തിടെ ജോയിൻ ചെയ്ത നമ്മുടെ മിടുക്കൻ കുട്ടിയാണ്. അപ്പൊ അഭിനന്ദിനും ഹാപ്പി ബർത്ത്ഡേ. 24-ന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആയിരിക്കും അഭിനന്ദിന് ഇവിടെ വന്നതിന് ശേഷം. അപ്പൊ നമ്മുടെ അക്കാദമി, ഫ്ലവേഴ്സ് അക്കാദമി ഉണ്ട്. അവിടെ പഠിച്ച കുട്ടികളാണ് നമ്മുടെ ഈ ക്യാമറയിലൊക്കെ നിൽക്കുന്നവരും അഭിനന്ദിനെ പോലെ മികച്ച റിപ്പോർട്ടേഴ്സ് ആയിട്ട് വരുന്നതും. നല്ല പരിശീലനം ലഭിക്കുന്ന ഒരു കളരിയാണ്. എന്നിപ്പോ അഭിനന്ദിനെയും രാഹുലിനെയും വിനിൽകാശിയെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പോ ഇനി നമുക്ക് ശബരിമലയിൽ ചടങ്ങുകൾ നോക്കാം പെട്ടെന്ന്. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
ദേവകന്യക സൂര്യ തമ്പുരുമീട്ടുന്നു, സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു, മഞ്ഞളാടുന്ന പൊൻവെയിൽ മഞ്ഞു കോടിയുടുക്കുന്നു, വിണ്ണിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു, ദേവകന്യക സൂര്യ തമ്പുരുമീട്ടുന്നു, സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. ബ്യൂട്ടിഫുൾ, ഇതെന്തിനാന്നറിയോ? നമ്മുടെ വെനിൽ കാശി ഓടി 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 ഒടുവിൽ നമ്മുടെ സൂര്യനെ ക്യാമറയിൽ പതിപ്പിച്ചപ്പോൾ ഈ പാട്ട് പാടാതെ വയ്യ, അങ്ങനെ പാടിയതാണ്. പക്ഷേ നമ്മള് കണ്ടം വഴി ഓടുകയെന്ന് കേട്ടിട്ട് കണ്ടം വഴി ഓടിയിരിക്കുന്നുണ്ടോ? കണ്ട മനോഹരമായ ആമ്പലുകളുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പെട്ടെന്ന് അടുത്ത റിപ്പോർട്ടിലേക്ക് പോണ്ടേ? യെസ്. അപ്പോ നമ്മുടെ ശബരിമല നേരെ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മൾ ചെന്നൈയിലേക്കാണ് പോകുന്നത്. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷ്മൺ ശ്രുതി ബാൻഡിന്റെ ഭക്തിഗാന നിശ സംഘടിപ്പിച്ചു. ചെന്നൈ തേനംപേട്ടിലെ കാമരാജ തരംഗത്തിൽ ആയിരുന്നു പരിപാടി. പ്രശസ്ത പിന്നണി ഗായകൻ ഉണ്ണിമഞ്ഞന്റെ നേതൃത്വത്തിൽ പിന്നണി ഗായിക മാലതി ലക്ഷ്മൺ, മുകേഷ്, മഹാലിംഗം അടക്കമുള്ളവർ വേദിയിലെത്തി. CTMA പ്രസിഡന്റും ഫ്ലവേഴ്സ് 24 ഡയറക്ടറുമായ VC പ്രവീൺ, CTMA ഭാരവാഹികൾ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. വെൽക്കം ബാക്ക്. ഇപ്പൊ മോർണിംഗ് വാക്ക് നടന്ന് നമ്മളിങ്ങനെ ഒരു പരുവായിട്ടുണ്ട്. PCR നമുക്ക് അരുൺ കുളക്കടയുടെയും മാൻമരയുടെയും ശബ്ദം കൂടെ കേൾക്കും. അവിടെ ഒരു ചെറിയ മോനെ നമ്മൾ കണ്ടിരുന്നു, അവൻ ഓടിപ്പോയി അല്ലെ? അപ്പോ നമുക്ക് വാർത്തയിലേക്ക് പോവാം. ഉത്തർപ്രദേശിലേക്ക് ഒന്ന് പോകണം. ഉത്തർപ്രദേശിൽ 3 ഇടത്ത് വ്യാജ ബോംബ് ഭീഷണി എന്നൊരു വാർത്ത വരുന്നു. ഹുസൈൻഗഞ്ച് മെട്രോ സ്റ്റേഷൻ, ചാർബാഗ് സ്റ്റേഷൻ, ആലംബാഗ് എന്നിവിടങ്ങളിൽ ബോംബ് ഉണ്ടെന്നാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. അല്ലെ? ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറയുന്നു. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? ക്രിസ്റ്റീന, പ്രജിൻ, ഇന്നലെ രാത്രിയോടെയാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലെ 3 ഇടങ്ങളിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്ദേശം ലഭിച്ചത്. തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും അടക്കമുള്ളവർ, ഡോഗ് സ്ക്വാഡും അടക്കമുള്ളവർ ഈ 3 ഇടങ്ങളിലും പരിശോധന നടത്തി. ഹുസൈൻഗഞ്ച് മെട്രോ സ്റ്റേഷൻ, ചാർബാഗ് സ്റ്റേഷൻ, ആലംബാഗ് എന്നിവിടങ്ങളിലാണ് ബോംബ് സ്ഥാപിച്ചതായുള്ള ഭീഷണി ലഭിച്ചത്. ഈ ഹെൽപ്പ് ലൈൻ നമ്പർ, എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറായ 112 ഈ സന്ദേശം ലഭിച്ചത്. തുടർന്നാണ് ഈ പരിശോധന നടത്തിയത്. ഈ 3 ഇടങ്ങളും ജനത്തിരക്കേറിയ സ്ഥലങ്ങളാണ്. ഹുസൈൻഗഞ്ച് മെട്രോ സ്റ്റേഷൻ, ഒപ്പം തന്നെ ചാർബാഗ് സ്റ്റേഷൻ, ഒപ്പം ഈ ആലംബാഗ് എന്നുള്ളത് അന്തർ സംസ്ഥാന ബസ്സുകൾ ആളുകളെ കയറ്റി ഇറക്കുന്ന സ്ഥലമാണ്. എല്ലായ്പ്പോഴും തിരക്ക് അനുഭവപ്പെടുന്ന ഈ മേഖലകളിൽ ബോംബ് ഉണ്ടെന്ന സന്ദേശം ലഭിച്ചത് വലിയ ജാഗ്രത തന്നെയാണ് പരിശോധന നടത്തിയത്. തുടർന്ന് ഇവിടങ്ങളിൽ നിന്നൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയുള്ള വസ്തുക്കളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇതോടെയാണ് ഈ സന്ദേശം വ്യാജ സന്ദേശമാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ് എന്നുമാണ് ലക്നൌ പോലീസ് അറിയിക്കുന്നത്. നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. അപ്പൊ നമ്മള് ഇങ്ങോട്ട് നടന്നു വന്നപ്പം ഒരു മോനും മോന്റെ കൂടെ അമ്മയാണെന്ന് തോന്നുന്നു ആന്റി. അപ്പൊ ആന്റി നടന്നു പോകുന്നുണ്ട്. അപ്പൊ മോനെ നമ്മൾ വിളിച്ചു, ഓടിവാ. പേരെന്താ? സമന്യു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3. ഏത് സ്കൂളിലാണ്? ശ്രീ സരസ്വതി. ഇന്ന് ക്ലാസ്സിലല്ലോ അല്ലേ? ഇങ്ങനെ രാവിലെ ഇങ്ങനെ നടക്കാൻ പോകാറുണ്ടോ? ആന്റിയുടെ കൂടെ? ഇല്ല. ഇവന്റെ അച്ഛൻ്റെ ഒരു മനോജ് എന്നാ. എന്റെ ചേട്ടന്റെ അച്ഛന്റെ അനിയന്റെ കൊച്ചിച്ചന്റെ വൈഫാണ്. 24 ചാനൽ കാണാറുണ്ട്. ചിലപ്പോ മാത്രമായിട്ട് കാണുള്ളൂ. ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ഓക്കെ. അപ്പം കളിക്കാൻ ഇഷ്ടമാണോ? ഇന്ന് ക്രിക്കറ്റ് കാണാറുണ്ടോ? ഏതാ, ക്രിക്കറ്റ് ആണോ ഫുട്ബോളാണോ? ഫുട്ബോൾ. ആരാ ഫുട്ബോളിൽ ഇഷ്ടം? റൊണാൾഡോ. അമ്പോ, പൊളി. അപ്പൊ റൊണാൾഡോ ഫാൻസ് ആണ്. അപ്പോ ഞാനൊരു മെസ്സി ഫാനാണ്. ഞാൻ റൊണാൾഡോ ഫാനാ. അപ്പൊ റൊണാൾഡോ ഫാൻ ഞങ്ങളുടെ 24 ചാനലിന്റെ 6 വർഷം തികയാ. ഇപ്പൊ റൊണാൾഡോ ഫാനിന് ഈ ഒരു ഗിഫ്റ്റ്. ഓക്കെ, എപ്പടി ആടിപ്പൊളി. അപ്പൊ നന്നായിട്ട് ഫുട്ബോളൊക്കെ കളിക്കുക, ഉഷാറാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ ആള് അങ്കലാപ്പിലെ. അപ്പൊ അടുത്ത വാർത്തയിലേക്ക് പെട്ടെന്ന് പോകണം എന്ന് സനൂപ് പറയുന്നുണ്ട്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. അത് മതങ്ങളുടെ പേരിൽ IAS ഗ്രൂപ്പ് ഉണ്ടാക്കിയ
അതിൽ അന്വേഷണ റിപ്പോർട്ട് 24 പുറത്തുവിടുകയാണ്. ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപേ ഗോപാലകൃഷ്ണൻ പലതവണ ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. കെ ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തികളിൽ ദുരൂഹത ഉണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഹാക്കിംഗ് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താനായില്ല എന്നാണ് പറയുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ആനിവേഴ്സറി. നമ്മൾ 7ാം വർഷത്തിലേക്ക് കടക്കുന്നു, അതിന് സന്തോഷമുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഷഫീദിന് പങ്കുവെക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതാണ് ഇത് രീതിയിലുള്ള ഹാക്കിംഗ് തെളിവുകളൊന്നും ഇല്ല എന്നുള്ളത്. അത് പോലീസ് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനിയുള്ള നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട്? പ്രജിൻ ഗുഡ് മോർണിംഗ്, ക്രിസ്ത്യന ഗുഡ് മോർണിംഗ്. അതായത് ഈ കെ ഗോപാലകൃഷ്ണൻ മതങ്ങളുടെ IAS ഉദ്യോഗസ്ഥരുടെ പേരിൽ മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവരുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കെ ഗോപാലകൃഷ്ണന്റെ ഇടപെടലുകളിലടക്കം വലിയ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പോലീസ് ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത്. എന്നിട്ടും ചീഫ് സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ നൽകിയ ചാർജ് മെമ്മോയിൽ ഈ ദുരൂഹതയെക്കുറിച്ചൊന്നും പരാമർശമില്ല എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ നൽകുകയും ചെയ്തു. ഇനി ഈ പോലീസ് റിപ്പോർട്ടിലേക്ക് വന്നാൽ പോലീസ് റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. കെ ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയ പരാതിയും മൊഴിയുമൊക്കെ കള്ളമെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പറയുന്ന സുപ്രധാനമായ ഒരു കാര്യം, ഒക്ടോബർ 31 തന്റെ ഫോൺ ഹാക്ക് ചെയ്തു. തന്റെ സഹപ്രവർത്തകർ തന്നെ ധരിപ്പിച്ചു. അതിനുശേഷം താൻ വളരെ ഭയപ്പെട്ട് ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും പിന്നീട് ഫോൺ ഫോർമാറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയ്തു എന്നുള്ളതുമായിരുന്നു ഇയാൾ പരാതിയിൽ പറഞ്ഞതും അതേപോലെ തന്നെ പോലീസിന് നൽകിയ മൊഴിയും. എന്നാൽ കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അക്കാര്യങ്ങളൊക്കെ കള്ളം എന്ന് തെളിയിക്കുന്നതാണ് പോലീസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട്. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം അത് ഇങ്ങനെയാണ്. അതായത് ഒക്ടോബർ 31 കെ ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്തത്. പകരം അദ്ദേഹം പോലീസിന് പരാതി നൽകിയ നവംബർ 4 തലേ ദിവസം നവംബർ 3 അദ്ദേഹത്തിന്റെ ഫോൺ ആദ്യമായി ഫോർമാറ്റ് ചെയ്തത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നു. നമുക്കറിയാം ഈ നവംബർ 4 ഗോപാലകൃഷ്ണൻ ഈ പരാതി പോലീസിന് നൽകുമ്പോൾ അന്ന് അതേ ദിവസം തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോൺ കൈമാറണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നവംബർ 5 അദ്ദേഹം നൽകിയത് ഒരു ഐഫോണാണ്. ആ ഐഫോണിൽ അദ്ദേഹം വാട്സപ്പ് ഉപയോഗിച്ചിരുന്നില്ല. തൊട്ടടുത്ത ദിവസം അതായത് നവംബർ 6 തീയതിയാണ് പിന്നീട് വീണ്ടും അദ്ദേഹത്തിന്റെ ശരിക്കുള്ള സാംസങ് ഫോൺ, അതായത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായ അദ്ദേഹത്തിന്റെ സാംസങ് ഫോൺ പോലീസിന് കൈമാറുന്നത്. ആ ദിവസം 2 പ്രാവശ്യം രാവിലെ പോലീസിന് ഫോൺ കൈമാറുന്നതിന് മുൻപ് ഫോൺ ഫോർമാറ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന് ഗൂഗിളും മെറ്റയും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഫോറൻസിക് പരിശോധനയിലുമാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അങ്ങനെ 3 തവണ കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒക്ടോബർ 31 ശരി ഷഫീദ്, അപ്പോ അങ്ങനെയാണ്. അത് 6 വിശദാംശങ്ങളാണ് പോലീസ് റിപ്പോർട്ട് വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. അതെ, നമുക്കൊരു വാർത്തയിലേക്ക് പോകണം. കുട്ടികളുടെ കഴിവിനനുസരിച്ച് പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്ന് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ കോഴിക്കോട് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്റെ 11ാം വാർഷികാഘോഷവും ഗോകുലം ഗോപാലന്റെ 80ാം പിറന്നാൾ ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഒരു വേദിയിൽ തന്നെ 2 പ്രധാന പരിപാടികൾ. ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്റെ 11ാം വാർഷികം, ചെയർമാൻ ഗോകുലം ഗോപാലിന്റെ 80ാം പിറന്നാൾ ആഘോഷം. ഇതിന്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും. ഗോകുലം ഗോപാലൻ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് പരിശീലിപ്പിക്കുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ കരിക്കുലം പരിഷ്കരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ കഴിവിനനുസരിച്ച് വളർത്താം. വലിയ സ്കൂളൊക്കെ ഇപ്പം നടന്നു കഴിഞ്ഞത്, പക്ഷെ നമ്മൾ സാധാരണ സ്കൂൾ അതില്ല. ആ കഴിവുകളെ മനസ്സിലാക്കി കൊണ്ടുവന്നു. അത് അങ്ങനെയുള്ള ഒരു പ്രോത്സാഹനം നമ്മൾ ഇവിടെ ഈ പ്രീ LKG UKG ഇതിലൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് പാരൻസിന്റെ സപ്പോർട്ട് വേണം. ചടങ്ങിൽ വിവിധ പരിപാടികളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ഡയറക്ടർ സണ്ണി ഫ്രാൻസിസ്, പ്രിൻസിപ്പൽ മനോഹരൻ PK, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, PTA പ്രസിഡന്റ് സജി കെ രാജ്, കോർപ്പറേഷൻ കൗൺസിലർ കവിത അരുൺ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. Diploma in hand and feeling like the proudest kid in the world. But little did we know, it was just the beginning of an amazing journey. Yeah, our golden days. 24 കോഴിക്കോട്.
യെസ്, അപ്പോ മോർണിംഗ് വാക്ക് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒലിപ്പുറത്താണുള്ളത് നേരത്തെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ചായക്കട നടന്ന് ഞാൻ വിയർത്തു. എനിക്കൊരു ചായ കുടിച്ചേ പറ്റൂ. സണ്ണിച്ചേട്ടന്റെ ചായക്കടയാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ചായ റെഡിയാണോ? ഒരു സ്ട്രോങ് ചായ. ചേച്ചിക്ക് സ്ട്രോങ് ആണോ? എനിക്ക് സ്ട്രോങ് ആണ്, ഞാൻ നല്ല സ്ട്രോങ് ആ. അപ്പൊ നമ്മുടെ എത്ര മണിക്ക് തുറക്കും ഇവിടെ? ഞാൻ 5:30 തുറക്കും. 5:30 തുറക്കും അല്ലേ? അപ്പോഴൊക്കെ ചായ കുടിക്കാൻ ആൾക്കാരുണ്ടാവും, നടപ്പുകാരുണ്ടാവും ഇഷ്ടംപോലെ. ഓക്കെ ചേട്ടാ, ഇന്ന് ഞങ്ങളുടെ 6ാമത്തെ വാർഷികമാണ്. അപ്പോ ഇന്ന് ഞങ്ങൾ ചേട്ടൻ ഒരു സർപ്രൈസ് സമ്മാനം തരാമെന്നു. ഡയസെ വാ. അപ്പൊ ചേട്ടാ ഞങ്ങള് വാ. അപ്പൊ ഇനിയും 24 കാണുക, ഞങ്ങളുടെ കൂടെ നിൽക്കുക. താങ്ക് യു സോ മച്ച്. നല്ല ചായ. ഇവിടെ ചായക്ക് പറയുമ്പോൾ സോഡ സർബത്തും സംഭാരവും കുപ്പിവെള്ളവും ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഈ പഞ്ചായത്തിന്റെ നമുക്ക് അവരൊക്കെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. നമസ്കാരം. പേര്? എന്റെ പേര് ജയകുമാർ. പഞ്ചായത്ത് പ്രസിഡന്റ്. ഏത് പഞ്ചായത്താണ്? എടക്കാട്ടൂർ പഞ്ചായത്ത്. ഓക്കെ. അപ്പൊ ഇതൊരു ഗ്രാമഭംഗി അത് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് മോർണിംഗ് വാക്കിന്റെ ഭാഗം. ഇവിടെ ആവുക എന്നത്തെ നടത്തുന്ന പ്രതീക്ഷ. സന്തോഷമുണ്ട്. 24ന്റെ ബർത്ത്ഡേ നിങ്ങളോട് എത്തിയെന്നുള്ളത് വളരെ സന്തോഷമാണ്. നിങ്ങൾ ഈ ഗ്രാമമൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്, അമ്പല്ലൂരാണെങ്കിലും ഒക്കെ അല്ലേ? ഈ നമ്മുടെ പഞ്ചായത്താണ്. അവിടെ നിന്ന് നിങ്ങൾ എൻട്രി ചെയ്യുന്നത് അമ്പല്ലൂരാണ്, ഇതിവിടെയാണ്, നമ്മൾ തീരുന്നത് വെള്ളൂരാണ്. സാധാരണ ഈ പഞ്ചായത്തുകളുടെയൊക്കെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ അതിന്റെ അതിർത്തിയിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, പല പല വിഷയങ്ങൾക്ക്. അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇവിടെ? ഒരു തർക്കമില്ല, തർക്കങ്ങളുടെ ആവശ്യമില്ലല്ലോ. വെറുതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഈ റോഡ് ഞങ്ങൾ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജനയിൽ ചെയ്തതാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ PMGSY റോഡ് ചെയ്തിട്ടുള്ള പഞ്ചായത്ത് എടക്കാട്ടൂർ. മാത്രമല്ല നിങ്ങൾ കുറെ പുരസ്കാരങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അല്ലേ? പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ പാടത്തെ നടുവിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത് അതൊരു വ്യത്യസ്ത അനുഭവമാണ്. തീർച്ചയായിട്ടും. പിന്നെ കൃഷി എന്ന് പറയുന്നത് ഇവിടെ ആളുകൾക്ക് ഒരു ക്രൈസാണ്. നന്നായിട്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പം കൃഷി ചെയ്യുന്നത് നെൽകൃഷി ഒരു ലാഭത്തിന്റെ പേരിലായിട്ട് ആളുകൾ കാണാൻ കഴിയില്ല. നെൽകൃഷിയുടെ കണക്കെഴുതി വെച്ചാലും കൃഷി ചെയ്യാൻ പോകുന്നില്ല. അതൊരു പാഷനാണ്. സന്തോഷം. നമ്മുടെ അന്നദാതാക്കളാണ്. നാട്ടുകാരൊക്കെ നിങ്ങൾ മാറിയൊക്കെ വരൂ വരൂ, ഓടി ഓടി വരൂ. വാ ചേട്ടാ, നമ്മൾ ചോദിക്കട്ടെ. ചേട്ടാ പേരെന്താ? സാബു. ഇവിടെ തന്നെയാണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ രാവിലെ നടത്തം എല്ലാ ദിവസവും ഉണ്ടോ? മിക്കവാറും തന്നെയുണ്ട്. സാധിക്കാവുന്ന ദിവസങ്ങളിലെല്ലാം നടക്കും. ഈ ഒരു സ്ഥലത്തൂടെ നടക്കാന്ന് പറഞ്ഞാൽ ഒരു സുഖമാണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നല്ല ശുദ്ധമായ വായു, അതുപോലെ നമുക്കിവിടെ വളരെ വണ്ടിയൊന്നും പേടിക്കണ്ട, സുരക്ഷിതമായിട്ട് നടക്കാം. 1000 ഏക്കർ ഉണ്ടെന്ന് പറയുന്നു. 1000 ഏക്കർ 1200 ഏക്കർ ഉണ്ട്. കുറച്ച് പിന്നെ ഉയർന്ന പാടശേഖരങ്ങളാണ്. കുറെ പിന്നെ ഈ കൃഷിക്ക് പറ്റാതെ മറ്റു ചില വിളകളിലേക്ക് ഇപ്പോൾ ഉയർന്ന സ്ഥലങ്ങളിൽ മറ്റു വിളകളിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഈ മറ്റേ വാഴ അതുപോലെയുള്ള. ഇപ്പം നമുക്കിവിടെ ഒരു വിപണിയുണ്ട്, കാർഷിക വിപണി. ആ കാർഷിക വിപണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടത്തട്ടുകാരില്ലാതെ ആളുകൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് നേരിട്ട് സാധനം കൊണ്ട് അന്നത്തെ വിലയ്ക്ക് ഓപ്ഷൻ ചെയ്യും. അതിൻ്റെ ഇപ്പോൾ തിങ്കളും വ്യാഴമാണ് മാർക്കറ്റ്. അപ്പോൾ തിങ്കളാഴ്ച കൊടുക്കുന്നവർക്ക് അടുത്ത തിങ്കളാഴ്ച പൈസ കിട്ടും. അപ്പോൾ അത് 2% പൈസ അവർ അതിൻ്റെ ചാർജിൽ മേടിക്കും. അതൊരു ബോണസായിട്ട് ഓണത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു 1000 ഒക്കെ വാഴയല്ല, 2000, 3000, 4000 ഒക്കെ വാഴ ചെയ്യുന്ന കൃഷിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വാഴ കൃഷിക്കുമൊക്കെ വലിയ സാധ്യതകളാണ്. എല്ലാ കൃഷികൾക്കും മാതൃകയാക്കാവുന്നതാണ് അല്ലേ? കൃഷി പാഠമാണ് അല്ലേ? നമ്മള് മലയാളികൾ മാത്രമല്ല, മലയാളി തന്നെയാണ്. സോറി, അടി വാങ്ങരുത് കേട്ടോ. അടി വാങ്ങാൻ ഞാൻ വാങ്ങില്ല കേട്ടോ, ഞാൻ ഓടും. ചേട്ടാ പേര് പറയൂ. ഇവിടെ തന്നെയാണ്. എല്ലാം വായിച്ചു കളഞ്ഞൊരു ചേട്ടാ. സോറി സോറി സോറി, മാറിയിരിക്കുന്ന കണ്ടപ്പോ തെറ്റിദ്ധരിച്ചതാ. രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ച ഒരാളാണ് നമ്മൾ ഒരു ഇത് കൊടുത്തത്, പ്രസന്റേഷൻ കൊടുത്തത്. 24 hour ചെയ്തത് വളരെ ആക്കാണ്. തൊട്ടടുത്ത് രണ്ടുപേരും മുങ്ങി പോകുമ്പോ ആളെ അറിഞ്ഞിട്ട് ഓടിച്ചെന്ന് സണ്ണിച്ചേട്ടൻ ചാടി, സണ്ണിച്ചേട്ടൻ അതിനകത്ത് വീണു പോകണ്ട, പക്ഷെ രക്ഷപ്പെടുത്തി. അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ സണ്ണിച്ചേട്ടൻ പൊളിയാണ്, വേറെ ലെവലാണ് അല്ലേ? അപ്പൊ 2 ചേട്ടന്മാര് മാറിയിരിക്കുന്നു. പിണങ്ങിയിട്ടേക്കുവാണോ? നമ്മള് ചായ കുടിക്കാണ്ട് വന്നാ നടക്കണം. ഈ ചായ കുടിച്ചെങ്കിലേ നമുക്ക് എനർജി കിട്ടും. പേരെന്താ? പേരെന്തോ? എന്റെ പേര് ഷാക്കുട്ടി. രാവിലെ ഇവിടെ വന്നിട്ട് സണ്ണിച്ചേട്ടൻ രാവിലെ ചായ കുടിച്ചെങ്കിലേ ഉഷാറേ വരുള്ളൂ. രണ്ടാമത്തെ ചായ ഇത്. വിവേക്, നമുക്ക് പത്രം ഉണ്ടോ? പത്രം രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥയല്ലേ? നമ്മുടെ പ്രേക്ഷകർ എത്ര പേര് പത്രം വായിച്ചിട്ടുണ്ട്, എത്ര പേര് ചായ കുടിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയണം അല്ലേ? അതെ, നന്നായിട്ട് ഊതിയത് കുടിക്കുക കേട്ടോ. അല്ലെ, നന്നായി ക്ഷീണം പറ്റിയതുകൊണ്ട് നന്നായിട്ട് ഊതിയത് കുടിക്കേണ്ടി വരും രാവിലെ തന്നെ. അപ്പൊ എല്ലാ പത്രങ്ങളുടെയും ഒരു ജാക്കറ്റ് ആടാണ് ഇപ്പോഴത്തെ. നമുക്ക് ചായ ഇവിടെ വെക്കാം, എങ്കിലും കുറച്ചും കുടിക്കാം. ഓക്കെ, പ്രധാനപ്പെട്ട വാർത്ത ദിനപത്രങ്ങളിൽ എന്താണ് നമുക്ക് നോക്കാം. മലയാള മനോരമയുടെ ലീഡ് വാർത്ത ഉറപ്പായിട്ടും ഗസ് ചെയ്യാൻ പറ്റും.
ക്ഷേമത്തിലും വെട്ട് എന്നാണ്. സാമ്പത്തിക ഞെരുക്കം, പദ്ധതികൾ വെട്ടിത്തുടങ്ങി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് മലയാളം ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ദിനത്തിലെ എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ മോർണിംഗ് ഷോയ്ക്കാണ്. അപ്പോൾ SKN തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ 6ാം വാർഷികത്തിലെ ആ ഷോയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ മണിയുടെ ചുളുക്കിയ വിസ്താരിൽ നിന്നാണ് തത്സമയം ഈ മോർണിംഗ് ഷോ നടക്കാൻ പോകുന്നത് അല്ലേ? അതെ. അപ്പോൾ SKN ടീം വെരി 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 ഗുഡ് മോർണിംഗ്. ഇവിടെ നമ്മൾ മണിയീടിനടുത്തുള്ള ഒലിപ്പുറം ഗ്രാമത്തിൽ നിന്നാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഗ്രാമവാസികളുണ്ട്, നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന SKNനെയും ടീമിനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പേരോടൊപ്പമാണ് നമ്മൾ ഈ ഒരു ബുള്ളറ്റിൻ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തിരുന്നത്. സന്തോഷം.